നമുക്ക് ഇന്ന് ടൂ വീലറിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എൻഫീൽഡാണ്. ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഓയിൽ ഇതാണ് ഇതിൻ്റെ ഓയിൽ വരുന്നത്, മോട്ടുകളുടെ. ഇത് ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് വരേണ്ട ഭാഗങ്ങൾ, ഇത് ഇവിടെയാണ് ഓയിൽ ഫിൽട്ടർ ഉണ്ടാവുക. നമ്മൾ ഓയിൽ ഫിൽട്ടർ ചെയ്യുന്ന ഓയിൽ ഫിൽട്ടർ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ ഓയിൽ ഒഴിക്കേണ്ട ഏരിയ ഇവിടെയാണ്. പിന്നെ ഓയിൽ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്, വണ്ടിയിൽ നിന്ന് ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന 2 നെട്ടുള്ള ആ ക്യാപ്പാണ് അഴിക്കേണ്ടത്. അത് അഴിച്ച് നമുക്ക് ഓയിൽ പുറത്തെടുക്കാം. അപ്പം നമ്മൾ ഓയിൽ പുറത്തെടുത്തു. ഇതാണ് ആ ക്യാപ്പ്, ഊരിയ ക്യാപ്പ്. ആ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഫിൽട്ടർ ഉണ്ടാവും. ഇത് ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ 2 നെട്ട്, ഇത് ഈ 2 നെട്ട് അഴിച്ചിട്ടാണ് അത് ഊരിയത്. അതൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ ഓയിൽ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഓയിൽ ഇങ്ങനെ ചാടി തീരുന്നുണ്ട്. അതിനുശേഷം വണ്ടി ഒന്ന് 2 സൈഡിലേക്കും 3 സൈഡിലേക്കും ഒന്ന് ചെരിക്കുക. ഒന്ന് ഇടത്തോട്ട് ചെരിക്കുക, ഒന്ന് വലത്തോട്ട് ചെരിക്കുക, ഒന്ന് ബാക്ക് സൈഡ് ഒന്ന് താത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ഓയിലും പുറത്തേക്ക് വരും. ആ ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ബാക്കോട്ട് താത്തി വെച്ചിട്ട് ഓയിൽ എടുക്കുക. പിന്നെ റൈറ്റിലേക്ക് ചെരിക്കണം, പിന്നെ ലെഫ്റ്റിലേക്ക് ചെരിക്കുക. അതിന് ശേഷം ഓയിൽ കംപ്ലീറ്റ് കഴിഞ്ഞെന്ന് തോന്നിയാലും ഈ കിക്കർ നമ്മൾ അടിച്ചു വെക്കുക. കിക്കർ വണ്ടി ഓഫായിരിക്കണം. ഓണാക്കി വെച്ചിട്ട് കിക്കർ അടിക്കരുത്. ഓഫാക്കി വെച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കരുത്. 2-3 അടി അടിക്കുക. അതിനുള്ളിൽ ബാക്കിയുള്ള ഓയിലും കൂടി പുറത്തേക്ക് വരും. ഒരു 3-4 അടി അടിക്കുമ്പോൾ പിന്നെ ഓയിൽ വരാനുണ്ടാവും. ആ ഓയിൽ കംപ്ലീറ്റ് വരും. ഇപ്പോൾ കണ്ടോ, ഓയിൽ ചാടുന്നുണ്ട്. പിന്നെയും അങ്ങനെ കംപ്ലീറ്റ് ഓയിലും പുറത്ത് വരണം. പുറത്ത് വരിക. പിന്നെ നമ്മുടെ ഈ ക്യാപ്പ് നന്നായിട്ട് തുടച്ച് വെക്കണം. അതിൽ അതിൻ്റെ കൂടെയുള്ളൊരു ഫിൽറ്റർ ഉണ്ട്, ഓയിൽ ഫിൽറ്റർ. ഈ ഫിൽറ്റർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ഓയിൽ ചാടുന്നുണ്ട്, ഓയിൽ പിന്നെയും വരുന്നുണ്ട്. അവിടുന്ന് ഓയിൽ ചാടുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ടല്ലോ, അതെ ചാടുന്നു. ഓക്കെ, ഓയിൽ കംപ്ലീറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ആ പഴയ നെട്ട് തിരിച്ചിട്ടിട്ട് എന്നിട്ട് ടൈറ്റ് ആകുക. ഓയിൽ ലീക്ക് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ ആ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അത് നമ്മളത് റാച്ചറ്റ് വെച്ചോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കത് അഴിക്കാൻ ഉപയോഗിക്കാത്ത സാധനം ഉപയോഗിച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്യുക.